ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ പുളിശ്ശേരിയാണ്. പഴുത്ത മാങ്ങ പുളിശ്ശേരി. ഓക്കെ, പഴുത്ത മാങ്ങ 2 പഴുത്ത മാങ്ങ കിട്ടിയത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. നമ്മുടെ നാട്ടിലെ മാങ്ങ പോലെ അത്രയും മധുരം കാണത്തില്ല. അതുകൊണ്ട് ഞാനത് കഷ്ണങ്ങളാക്കി ഒന്നിച്ചാണ് നമ്മൾ നേരത്തെ മാങ്ങ പുളിശ്ശേരി വെക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മുഴുവനായിട്ടാണ്. ഇപ്പോൾ പക്ഷേ അതിനില്ലാത്തത് കൊണ്ട് ഞാനതിനെ കഷ്ണങ്ങളാക്കി ഉപ്പ്, മഞ്ഞൾ, പച്ചമുളക്, മധുരവും കുറവാണ്. ഞാൻ നോക്കിയപ്പോൾ മധുരം കുറവാണ്. അതിന് ശകലം ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുക. വെന്തു. പച്ചമുളകും നല്ലപോലെ അതിനിടെ എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തിലോട്ട് ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ചേർക്കുക. തേങ്ങയും ജീരകവും കൂടെ ഒന്ന് ചൂടാവട്ടെ. അത് ഒന്ന് ചൂടാവണം. തേങ്ങയും ജീരകമാണ് അരച്ച് ചേർത്തേക്കുന്നത്. ഒന്ന് ചൂടാവട്ടെ. ആ തേങ്ങ ഒന്ന് തിളയ്ക്കണം. അത് തിളച്ച് ഇനി അതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈര് ഉടച്ച് വെച്ചതാണ്. കൊഴുത്ത മോരാണ്. തൈര് ഉടച്ച് വെച്ചതാണ്. നല്ല തൈര്, കട്ട തൈര് നമുക്ക് അതിൽ ഉടയ്ക്കണമെന്ന്. നമ്മുടെ എത്രത്തോളം വേണോ അത്രത്തോളം തൈര് ചേർക്കും. ഉപ്പ് നോക്കട്ടെ. ഇച്ചിരി ഉപ്പും കൂടെ വേണം. തിളക്കിയൊന്നും വേണ്ട, വാങ്ങി വെച്ചു. ഇനി അടുത്തത് നമുക്ക് കടു വറുക്കാൻ പോവാം. ഇച്ചിരി നെയ്യ് ഒഴിച്ചാൽ കടു വറുക്കുന്നത്. നെയ്യ്, വെളിച്ചെണ്ണയ്ക്ക് പകരം ശകലം നെയ്യ് ഒഴിച്ചാണ് കടു വറുക്കുന്നത്. നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ഒന്നാമത് രുചി കൂടുമല്ലോ, നെയ്യൊക്കെ ചേർക്കുമ്പോൾ. നെയ്ക്കകത്ത് കടു വറുക്കുവാണ്. ഇതിട്ട് ശകലം മുളക് പൊടി ഇവിടെ ചേർക്കണം. ഓഫ് ചെയ്തിട്ടേ ചേർക്കാവുള്ളൂ. ചോറിന് ഇത് മാത്രം മതി. നല്ല മാമ്പഴ പുളിശ്ശേരിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ടൊരു ലൈക്ക് തരിക. ഓക്കേ, താങ്ക് യു.